ഗുഡ് മോർണിംഗ്. അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ കണ്ട സീനാട്ടോ. അപ്പോൾ ഇത് ഒരു 5:30 മണിയൊക്കെ ആയപ്പോൾ നല്ല മഴയായിരുന്നു. നല്ല മഴ വെച്ചാൽ നല്ല മഴ. ഇപ്പോൾ ലേശം ഒന്ന് തോർന്നിട്ടുള്ളൂ. എല്ലായിടത്തിലും നനഞ്ഞ് ഇല്ല. ഇത് ചേട്ടനാട്ടോ കാർ അങ്ങോട്ട് മോളെ സ്കൂളിൽ വിട്ടതാണ്. മഴയായതുകൊണ്ട് ബസ്സിന് വിട്ടില്ല, സ്കൂളിൽ കൊണ്ടുവിടാൻ വേണ്ടി പോയതായിരുന്നു. നല്ലൊരു കാലാവസ്ഥ അന്ന്. അപ്പോൾ ഇതാ നല്ലൊരു ചായ രാവിലെ തന്നെ, മഴയും ചായയും. മഴ കണ്ടിട്ട് ഇങ്ങനെ ചായ കുടിക്കാൻ നല്ല സുഖമല്ലേ അല്ലേ? അപ്പോൾ ഇതാ നല്ല കാലാവസ്ഥയിൽ നിന്ന്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഭയങ്കര ചൂടായിരുന്നു. ആ ചൂടത്തുനിന്ന് ഒരു ചെറിയൊരു ആശ്വാസവും നല്ലൊരു സുഖവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഹായ്, ഞങ്ങളിതാ മോൻ വരുന്നുണ്ട്. അപ്പോൾ മോനെ വിളിക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ പോവാണ്. ഞങ്ങളെല്ലാവരും റെഡിയായി. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വരും. അവനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോവുകയാണ്. നമുക്ക് പോയിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ മോനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. പോകുന്ന വഴിക്ക് നമ്മൾ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. പക്ഷേ അവൻ അവിടെ എത്തിയിട്ടും ഞങ്ങൾ എത്തിയിട്ടുണ്ടായില്ല. കാരണം ഭയങ്കര ട്രാഫിക്കായിരുന്നു ആ സമയത്ത്, ഭയങ്കര ട്രാഫിക്ക്. അപ്പോൾ പിന്നെ നമ്മളങ്ങനെ എന്താ പറയുക, നമ്മൾ എത്രയോ നേരത്തെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്നാലും പിന്നെ രാവിലത്തെ ആ മഴയും ഒക്കെ ആയിട്ടും പുറത്ത് ഇറങ്ങിയ സമയത്ത് ഉണ്ടല്ലോ, ഡൽഹിയൊക്കെ എത്തി ആ ഒരു സമയത്ത് നല്ല ചൂടായിരുന്നു കേട്ടോ. രാവിലെ ഒരു മഴ പെയ്തെങ്കിലും പിന്നെ നമ്മളെ വെയിറ്റ് ചെയ്ത് അവൻ അവിടെ നിൽക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴും പിന്നെ ഞങ്ങളും അവിടെ എത്തി. അപ്പോൾ മോനതാ വരുന്നു കേട്ടോ. അപ്പം കോളേജൊക്കെ അടച്ചതാണല്ലോ. അപ്പം കുറച്ച് ദിവസങ്ങളിൽ നമ്മളെ കൂടെ ഉണ്ടാവും. അപ്പം പിന്നെ അവനെ നമ്മൾ വിളിച്ചു. അവനെയും കൂട്ടിയിട്ട് നമ്മൾ പിന്നെ അവൻ കുറേ സമയമായിട്ടോ എത്തിയിട്ട്. അപ്പോൾ അവൻ അങ്ങനെ വിളിക്കുന്നുണ്ട്. അവൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, ഫ്ലൈറ്റിൽ നിന്നും ഒന്നും കഴിച്ചില്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പം ഞാൻ ഇത് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ടെർമിനൽ 1 അതിൻ്റെ 2 ദിവസം മുന്നെയാണ്, പിന്നെ 2 ദിവസം മുന്നേ അല്ല കേട്ടോ, 2 ദിവസം കഴിഞ്ഞിട്ടാണ് ടെർമിനൽ 1 പിന്നെ ഷീറ്റൊക്കെ ആ കാണുന്ന ഷീറ്റൊക്കെ മഴയത്തും കാറ്റിനൊക്കെ പിന്നെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണെന്നൊക്കെ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സംഭവമാണ് ആ വീണതൊക്കെ. ഞാനിപ്പോൾ ഇങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കും. അപ്പോൾ അവൻ പറയും, അമ്മ എന്തിനാണ് വീഡിയോ എടുക്കുന്നത്? അവന് ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ വീഡിയോയിലൊക്കെ വരാനൊന്നും അവന് തീരെ താല്പര്യമില്ല. പിന്നെ ഞാൻ ഇങ്ങനെ കാണാതെയും കണ്ടിട്ടെന്നൊക്കെ പറഞ്ഞ വഴി അങ്ങനെ എടുക്കുന്നതാണേ. അപ്പോൾ ഇതാ അവൻ വന്ന് വണ്ടിയിൽ സാധനങ്ങളൊക്കെ കയറ്റി. പിന്നെ അവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൾക്കൊരു എന്തെങ്കിലും കിട്ടണം. ഏട്ടൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവനോട് എയർപോർട്ടിൻ്റെ അകത്തുനിന്ന് എന്തോ ഒരു സാധനം വേണമെന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ച് പോയിട്ടുണ്ട്. അതിനാണിപ്പോൾ അവൾ കാര്യമായിട്ട് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അവൻ വന്നപ്പോൾ അവന് നല്ല വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭക്ഷണം എടുത്തിട്ടാട്ടോ വീട്ടിൽ നിന്ന് വന്നത്. അപ്പോൾ അവനുള്ള ഫുഡൊക്കെ എടുത്ത് അപ്പം പിന്നെ അവൻ വണ്ടിയിൽ കയറിയിട്ട് അവൻ വണ്ടിയിൽ നിന്ന് തന്നെ കഴിച്ചു. അവനോട് പറഞ്ഞ് ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലെ ഫുഡ് അല്ലല്ലോ ഉണ്ടാവുക. അപ്പം നോർത്ത് ഇന്ത്യൻ ഫുഡിനോടാണ് ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് അതിനോട് പറഞ്ഞാൽ അവിടുത്തെ ഫുഡ് തന്നെ മതി. എന്നിട്ട് ഞാൻ അവിടുത്തെ ബിരിയാണി ഉണ്ടാക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ വണ്ടിയിൽ ഇരുന്നിട്ട് അത് കഴിക്കുക. അവൾ പറയണ നാട്ടിലുള്ള ഒരു നേരം നാരങ്ങ മിഠായിയൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെയാണ് അവൾ പറയണത്. പിന്നെ ഏട്ടനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഡ്രൈവ് ചെയ്യൂല. പിന്നെ അവൻ്റെ കയ്യിലാണ് ഫുള്ള്. പിന്നെ അവൻ്റെ കൈ കൊടുക്കും. പുള്ളി റിലാക്സ് ആയിട്ട് ഇരിക്കാമെന്നാണ് പുള്ളിയുടെ ഒരു ഇത്. അപ്പോൾ പിന്നെ അവൻ വന്ന് വണ്ടി ഓടിക്കാൻ അവൻ തുടങ്ങി. അവൻ പിന്നെ അതാ പോകുന്ന വഴിക്ക് നല്ല നല്ല ഭംഗിയുള്ള ഓരോ സീനറികളും എന്താ പറയുക, നല്ല ബിൽഡിങ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം കേട്ടോ. അങ്ങനെ ഈ ബിൽഡിങ്ങൊക്കെ അവൻ പോകുന്ന സമയത്ത് പണിതുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചെറിയൊരു മാർക്കറ്റ് ഉണ്ട് കേട്ടോ, സ്ട്രീറ്റ് ഫുഡൊക്കെ കിട്ടുന്നത്. അപ്പോൾ അവൻ പറഞ്ഞ് അവന് ഇത് വേണമെന്ന്, എന്താണ് സോയ ചാപ്പ്, അത് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവനത് ഒക്കെ അവിടുന്ന് പ്ലാൻ ചെയ്തു വന്നു. അപ്പോൾ ഇതാണ് ആ സോയ ചാപ്പ്. ഇതൊന്നും ഞങ്ങൾ കഴിക്കാറില്ല. അവന് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പം ക്യാമറ മറച്ചിരിക്കുക കേട്ടോ. അപ്പം അങ്ങനെ അവൻ കഴിച്ച് ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് പോന്നു. ഇതാണ് എൻ്റെ ഇതാ ഞാൻ ഇയാള് പിന്നെ ഹസ്ബൻഡ്
അതെത്താ അപ്പോഴും ഞങ്ങളുടെ ബിൽഡിങ്ങിലേക്ക് കയറുന്നതിന് മുന്നെയാണ് ആദ്യം അമ്മിയൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ബിൽഡിങ്ങിൽ നിന്ന് കൈ കാണിക്കുന്നുണ്ട് ഇങ്ങനെ. അപ്പോൾ മോനും മോളൊക്കെ അവരവിടെ നിൽക്കുന്നുണ്ട്, ബാൽക്കണിയിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കൈ കാണിക്കുകയാണ്. അപ്പോൾ ഇവന് ഞങ്ങൾ വീട് മാറിയതിന് ശേഷം അവൻ വന്നിട്ടുണ്ടായില്ല, വേറെ വീട്ടിലായപ്പം ആയിരുന്നു അവൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവൻ ആദ്യമായിട്ട് വരും. അപ്പം മോളോരോ കാര്യങ്ങൾ പറയാം, ഇവിടെ അതുണ്ട് ഇവിടെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴേ എന്താ പറയുക, ഇതുവരെ എനിക്കിതാ പിന്നെ സബ്സ്ക്രൈബേഴ്സ് കൂടി വരുന്നുണ്ട്. ഞാൻ ഇതുവരെ ചെയ്ത എല്ലാവർക്കും ഞങ്ങളുടെ അനന്യാസ് ഫാമിലിയുടെ നന്ദി പറയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. രാത്രിത്തെ സീനിയർ അടിപൊളി. ആ വെള്ളം ഇങ്ങനെയൊക്കെ അവിടെ ചേട്ടല്ലേ. കറണ്ടില്ല. അവിടുന്ന് നേരത്തെ കൈ കാണിച്ച് ആദ്യം അമ്മയും വന്നതാട്ടോ കണ്ണനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അവൻ ഷർട്ട് ഇട്ടില്ല, അതുകൊണ്ട് ഞാൻ അത്രയൊന്നും ഞാൻ എടുക്കണില്ല.